ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ധ്രുവിന് വേണ്ടി ഞാൻ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. ധ്രുവ് വന്നതിന് ശേഷം ഞാൻ കുറേ സാധനങ്ങൾ ഓൺലൈൻ വഴി എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണും മീഷോ ആണ് ഏറ്റവും കൂടുതലും മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവന് വാങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. ആദ്യം ഞാൻ അവന് വേണ്ടിയിട്ട് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരു പാത്രമാണ്. ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കൊള്ളത്തുള്ളൂ. അവർക്ക് ഈ ഒരു ക്വാണ്ടിറ്റി മതി ഒരു നേരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള അളവ് പാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ബട്ടർ മിൽക്ക് ആയിക്കോട്ടെ, പാല് നമ്മൾ ഹസ്കിക്ക് കൊടുക്കത്തില്ല. പിന്നീടുള്ളത് ഈ യൂറിൻ ട്രെയിനിങ് പാഡാണ്. കാരണം എല്ലായിടത്തും മൂത്രമൊഴിച്ച് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം പിരിച്ചിട്ട് അതിൽ മാത്രം പോയി അത് പ്രാക്ടീസ് ആവും. പിന്നെ ഉള്ളത് അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ ദേഹത്ത് വെള്ളമായി കഴിഞ്ഞാലോ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മളാക്കി കഴിഞ്ഞാൽ വെള്ളം മുഴുവനും അതിൽ അബ്സോർവ് ആവും. പിന്നെ ഞാൻ വാങ്ങി അവന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ വാങ്ങിയത്. ഓരോ സമയത്ത് അവന് നോക്കി ഞാൻ ഓരോ ടോയ് ആയിട്ട് വാങ്ങണം എന്നുള്ളതാണ് ഇരിക്കുന്നത്. ഇപ്പം പെട്ടെന്ന് ആ ഒരു വന്ന ഇത് തന്നെ അവന് വാങ്ങിയ സാധനങ്ങളെന്ന് പറയുന്ന ഇതാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു മാസമൊക്കെ ആയ കുട്ടികളാകുമ്പോൾ നന്നായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഇത് ജിമ്മൂസിൻ്റെ ബോളാണ്. ജിമ്മൂസ് കുറേ കാലം ജിമ്മൂസ് പക്ഷേ വലുതായതിന് ശേഷം മേടിച്ചു കൊടുത്ത ബോളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. അതിങ്ങനെ തൂക്കിയെടുത്ത് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് കളിക്കേണ്ട പ്രായമാണ്. പിന്നെ ഇങ്ങനെ തൂക്കിയെടുത്ത് ഇങ്ങനെ നടക്കും. അതേമാതിരി അവിടെ എവിടെയെങ്കിലും കിടന്ന് കളിക്കുക. അപ്പോൾ ഇത് ഓരോന്നും അവന് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അവൻ്റെ പല്ല് ഭയങ്കര ഷാർപ്പാണ്. അത് കടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. അപ്പോൾ ഓരോന്നായിട്ട് അവന് കാണിച്ചു കൊടുക്കുക ഞങ്ങൾ. അപ്പോൾ അവൻ ഓരോന്ന് നോക്കുന്നുണ്ട്, ഓരോന്ന് വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൂലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് അധികകാലം പോവില്ല എന്ന് തോന്നുന്നു. കാരണം നൂലൊക്കെ അവൻ്റെ വയറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു എല്ല് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു, ഒരു ബോൺ ഷേപ്പിലുള്ളത്. അത് അവന് ഇഷ്ടമായി. അവൻ കുറേ നേരം അത് വെച്ചൊക്കെ കളിച്ചു. പക്ഷെ അത് ഈ ഒരു പ്രായത്തിൽ കൊടുക്കുന്നത് നല്ലതെല്ലാം തോന്നിയപ്പോൾ ഞാൻ പിന്നെ അതെടുത്തും കളയായിരുന്നു ചെയ്തത്. ഇതുപോലെ അവരിങ്ങനെ പിടിച്ച് വലിക്കുക, അവർക്ക് സ്ട്രെങ്ത്ത് വരും. ഡോഗിന് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത്ത് വരും. അവർ അത് വലിക്കാനുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ആ ഒരു സമയത്ത്. അല്ലാതെ നമ്മൾ പിന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ വലിയ ഡോഗിനെ ജമ്പ് ചെയ്യിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ മെൻ്റൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അവർ ആ ഒരു പ്രായമാണ്, കളിച്ച് വളരുന്നതിൻ്റെ പ്രായമാണ്. ഇത് ഒരുമാതിരി ഒരു ത്രെഡ് പോലത്തെ സാധനമാണ്. അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന ടൈപ്പല്ല, നല്ല സ്ട്രോങ് ആണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല്ല് കൊണ്ട് കഴിഞ്ഞാലും ഒക്കെ പെട്ടെന്ന് കീറിപ്പോകുന്ന ടൈപ്പല്ല. ഇത് മാത്രം ഇവൻ പിടിച്ച് വലിക്കുന്നത് മാത്രം എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എന്നാൽ അതിൽ നൂലുണ്ട്. ആ നൂല് അവൻ്റെ വായിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വയറ്റിൽ പോകും. പിന്നീട് അത് പ്രശ്നം വരും. അപ്പോൾ അത് കുറച്ച് ദിവസമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനത് കൊടുക്കണ്ട എന്നുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത്. പക്ഷേ അതാണ് അവന് ഇഷ്ടപ്പെട്ടത്. കാരണം പിടിച്ച് വലിക്കാൻ നല്ല സുഖമാണല്ലോ. അതവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വായിൽ നിന്ന് അത് വിടത്തില്ല. അത് പിടിച്ചിങ്ങനെ വേറെ കൊടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവനത് വിടത്തില്ല. അവനത് തന്നെ വേണം. ഈ ഒരു കളി സാധനമൊക്കെ മേടിക്കുമ്പോൾ അത് പിന്നീട് കുറച്ച് ദിവസം നമ്മൾ അതിന് കൊടുക്കും, അത് നിലത്തിടും. അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെച്ചിട്ട് കുറച്ച് സാധനം മേടിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേത് കൊടുക്കുക. പിന്നെ ഈ കഴുകുമ്പോൾ സർഫ് കാര്യങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. അത് അവർ കടിക്കുന്ന സാധനം. വെറും വെള്ളത്തിലൊന്ന് കഴുകി അവരുടെ വായിലുള്ള ഉമിനീരൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒന്ന് കഴുകുക, നല്ല വെയിലത്തിട്ട് ഉണക്കുക. അല്ലാതെ ലിക്വിഡുകളോ പൗഡറുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആയിട്ടുള്ള വായിലാവും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
പക്ഷെ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇങ്ങനത്തെ സാധനങ്ങൾ വന്നാൽ അവർ സ്വന്തമായിട്ട് കളിച്ചോളും. ഇവൻ്റെ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇവൻ നമ്മളെ ഒന്നും അധികം ഡിസ്റ്റർബ് ഒന്നും ചെയ്യലോ ഒച്ച പോലും ഉണ്ടാവില്ല. അവനിവിടെ ഉണ്ടെന്ന് പോലും ആരും അറിയത്തില്ല. അത്രയും സൈലൻ്റായിട്ട് ആണ്. നമ്മളൊക്കെ പിടിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാലൊക്കെയാണ് അവൻ്റെ സൗണ്ട് വരുന്നത് വായിന്ന്. അല്ലാതെ ഭയങ്കര ബഹളമോ കാര്യങ്ങളോ ഒന്നും അവനില്ല. ചെറിയ വാവയാണ്. പിന്നെ അവന് മേടിച്ച് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡാണ്. ബെഡ് കുറച്ച് നല്ല വിലയുള്ള ബെഡാണ്. പക്ഷെ ബെഡിൽ അവൻ്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ ബെഡ് അവന് കളിക്കാനുള്ളതാണ്. അവൻ അതിൽ കിടക്കത്തില്ല. അവന് നല്ല, അതായത് ഹസ്കി എന്ന് പറയുന്നത് തന്നെ ഒറ്റയ്ക്ക് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇഷ്ടം. അതുകൊണ്ട് അവർ നിലത്താണ് കിടക്കുക. ജിമ്മു അങ്ങനെ തന്നെയായിരുന്നു. ജിമ്മുവിനും ബെഡിലൊന്നും ജിമ്മു കിടക്കത്തില്ല. അപ്പോൾ അവർക്ക് നമ്മൾ എത്ര കിടത്തിയാലും ചില സമയത്ത് കളിക്കാൻ വേണ്ടി മാത്രം അവൻ ബെഡിൽ വന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഞാൻ നിലത്ത് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബെഡ് മേടിച്ചത്. ശരി, പഠിക്കുന്നെങ്കിൽ ചെറുപ്പം മുതലേ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇടക്കിടക്ക് കൊണ്ടുപോയി ഞാൻ കിടത്തും. അതിൽ ചില സമയത്ത് ഉറക്കം വരുന്ന സമയത്ത് കിടത്തുകയാണെങ്കിൽ അതിൽ കയറി അങ്ങ് കിടന്നുറങ്ങും. പക്ഷെ അവനിപ്പോഴും ബെഡെന്ന് പറഞ്ഞാൽ അവൻ്റെ കളി സാധനമാണ്. അപ്പോൾ എല്ലാ സാധനവും കൂട്ടി ബെഡിലിട്ടിട്ടാണ് അവൻ കളിക്കുന്നത്. അവർക്ക് ഒരു ടൈം പാസ് അല്ലേ, നമ്മൾ കുട്ടികളോട് കളിക്കുന്ന പോലെ. അങ്ങനെ ഈ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അമ്മമാരോടെ കളിക്കുന്ന ഒരു പ്രായത്താണ്. നമ്മൾ ഈ പട്ടികളെ സെയിൽ ചെയ്യുന്നവരൊക്കെ ഒരു ചെറിയൊരു ഏകദേശം ഒരു 28 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ അമ്മയിൽ നിന്ന് മാറ്റി ഒറ്റക്കാക്കും. എന്നിട്ടൊക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവൻ അങ്ങനെ നിന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ആരുടെയും ആവശ്യമില്ല. ഇവൻ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന കാണുന്നതാണ് ഞാൻ കാണുന്നത് എപ്പോഴും. റൂമിലിട്ടിട്ട് പോയാൽ തന്നെ റൂമിലിരുന്ന് കളിച്ചോളും. ഇപ്പം താഴത്തെ ഒരു ബെഡ്റൂം ഫുള്ള് അവന് ആയിട്ട് ഇത് വെച്ചിരിക്കുക. അവൻ്റെ കേന്ദ്രമാണിപ്പം, അവൻ്റേതായി മാറി. പിന്നെ കിടക്കാൻ നേരത്ത് ഞങ്ങൾ രാത്രി ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ അവിടുത്തെ ബെഡ്റൂമിലാണ് ഉണ്ടാവുക. എന്തായാലും ഇവൻ നമ്മളോട് തന്നെ വളരാനുള്ള ഇതാണ്. അവനെ ചൂടിൽ വളർത്താൻ പറ്റില്ല. ചെന്നൈ ചൂടിൽ അവർക്ക് പറ്റത്തില്ല. ഭയങ്കര കഷ്ടമായിട്ട് അസുഖമൊക്കെ വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ തന്നെ ആണ് വളർത്തുന്നത്. പിന്നെ ജിമ്മു ജർമ്മൻ ഷെപ്പേർഡ് ആയതുകൊണ്ട് തന്നെ ജർമ്മൻ ഷെപ്പേർഡ് വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിയില്ല. സെയിം ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിയ ജിമ്മുവിൻ്റെ ഓർമ്മകൾ നമുക്ക് വീണ്ടും ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്ന രീതിയിൽ വരും. അവൻ പോയത് ഞങ്ങൾക്ക് ഇപ്പോഴും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവൻ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നില്ലെന്ന് മാത്രം. പക്ഷെ എന്നാലും അവനെ ഓർമ്മകൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അത്രയ്ക്കും നമ്മളെ കുടുംബത്തിൽ സ്നേഹിച്ച് വളർത്തിയതാണ് ഞാൻ. ഇപ്പോൾ ഇവൻ നമ്മളുടെ ഒരു കുടുംബത്തിലൊരാളായി മാറി. അപ്പോൾ ഞാൻ കാര്യങ്ങളിലേക്കൊന്ന് മാറിപ്പോയി. അത് കഴിഞ്ഞ് കളിച്ച് അവനായി ആ ബെഡിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അവൻ ഇടയിലൊക്കെയാണ് ആ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ അവൻ അതിൽ കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി. പിന്നീട് അവന് ഞങ്ങൾ മേടിച്ച് കൊടുത്തൊരു സാധനമാണ് ഈ ലൈറ്റൊക്കെ കത്തിയിട്ട് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓടും. റൂമിലിരുന്ന് അതങ്ങ് ഓടും. ഇവൻ അതിൻ്റെ പുറകെ പോയിട്ട് ആദ്യമൊക്കെ ഇവന് കുറച്ച് പേടിയായിരുന്നേ. എന്നുവെച്ചാൽ അത് വരുമ്പോഴൊക്കെ ഒന്ന് മാറിയൊക്കെ നിൽക്കുമായിരുന്നു. പേടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ ഒരു പെട്ടെന്നൊരു സാധനം കാണുന്നതിൻ്റെ ഒരിത്. പക്ഷെ പിന്നീട് പറ്റിയെന്ന് വെച്ചാൽ അവൻ അതിനെ പൊക്കിയെടുത്തോണ്ട് വരും. അതിൻ്റെ ഇത് കാണുമ്പോൾ ഒരു രസമാണ് അവന്. കണ്ട അത് കളിക്കുക. ഇത് പൂച്ചയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആമസോണിൽ നിന്ന് ഹസ്ബൻഡ് തപ്പിയെടുത്ത് വാങ്ങിയൊരു സാധനം കേട്ടോ. അതിന് നല്ലോണം ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മളുടെ ഒരു പ്രസൻസ് വരുമ്പോഴാണ് അത് ഓടുന്നതെന്ന് തോന്നുന്നു. അതുവരെ അത് അനങ്ങാണ്ട് നിൽക്കുന്നതാണ്. ഇവൻ അടുത്തേക്ക് പോകുമ്പോൾ അതങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവൻ അതിൻ്റെ അകത്തൊക്കെ പോകുന്നുണ്ട്. അവന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഒരു വാലുള്ളൊരു സാധനം. ഞങ്ങളൊക്കെ ഇവൻ്റെ ഈ കളിയും കണ്ട് കുറേ നേരം ഇത് ചിരിക്കും ബഹളമൊക്കെയാണ് കേട്ടോ. കാരണം അവൻ രാത്രി സമയമാകുമ്പോൾ അവന് രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ പോകുമ്പോഴാണ് അവന് കളിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്ക് അവന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അതിൻ്റെ പുറകെ ഓട്ടവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു സാധനം പിന്നീട് അവന് ടെക്നിക്കൽ പിടികിട്ടി. പിന്നെ അവൻ അതിൻ്റെ വാല് പിടിച്ച് വലിക്കാൻ തുടങ്ങി. പിന്നെ അതിന് ഓടാൻ സമ്മതിക്കാത്ത അവസ്ഥയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും മനസ്സിലായി എങ്ങനെ പിടിക്കേണ്ടതെന്ന്. അതൊക്കെ പിടിക്കേണ്ട ആ ഒരു സംഭവമൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ അതിനെ പിടിച്ചവിടെ വെച്ചേക്കും, വിടത്തില്ല. പക്ഷേ എന്നാൽ അതിൻ്റെ വൈബ്രേറ്റ് കൊണ്ട് അവൻ്റെ വായനൊന്ന് അതെടുത്തിട്ട് ബെഡിലേക്ക് കൊണ്ടുവരട്ടെ. രസമാണ് കാണാൻ, സത്യം പറയല്ല. അവൻ്റെ കളിയൊക്കെ നോക്കി കുറേ നേരം സമയം കളയും കേട്ടോ. സത്യം പറഞ്ഞതിന് ടൈം പോകുന്നത് അറിയത്തില്ല.
ഞങ്ങൾ കിടക്കാൻ നേരമൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കളിക്കും. ഇപ്പം ബെറ്റൊക്കെ കൊണ്ടുപോകുന്ന ഒരു സമയത്തുള്ള മേളമായിരുന്നു ഈ കണ്ടുകൊണ്ടിരുന്നതൊക്കെ. പിന്നെ അവന് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം പിന്നെ ഇനി വരാനുണ്ട്. പുതിയ പുതിയ സാധനങ്ങൾ, അവന് വേണ്ട സാധനങ്ങൾ ഞാൻ നോക്കി എടുക്കും ഓരോന്ന്. പിന്നെ ട്രെയിനിങ് പാഡാണ് എനിക്ക് തോന്നിയിട്ടുള്ള കൂടുതൽ ചിലവുള്ളത്. കാരണം അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കളയുന്ന സാധനമാണല്ലോ. അപ്പോൾ ഒരുപാട് ആവശ്യം വരുന്നത് അതായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വരുത്തിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട ഇവൻ്റെയൊക്കെ ഈ ഒരു രസം നമ്മളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്നതെന്ന് നമ്മളറിയണ്ടാവില്ല. അത്ര സന്തോഷം അവർ നമുക്ക് തരും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നാൽ ഹസ്ബൻഡിനോട് കളിക്കുന്ന മേളമാണ് ഈ കാണുന്നത്. പക്ഷേ ഞങ്ങളെയൊക്കെ വന്ന് കാല് കടിക്കും, പക്ഷെ ഹസ്ബൻഡിനെ കടിക്കത്തില്ല. അതൊക്കെ അവനറിയാം ആരൊക്കെ എന്ത് ചെയ്യണ്ടെന്ന്. ഹസ്ബൻഡിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടിച്ചിട്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. നമ്മളെയൊക്കെ വന്ന് നല്ലോണം കടിക്കും കാലിൽ. കണ്ട ഭയങ്കര അനുസരണയാണ്. പറഞ്ഞാലൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ ഹസ്ബൻഡ് വന്നാലാണ് ഏറ്റവും കൂടുതൽ. കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. എനിക്കിതിൽ നിന്നൊക്കെ എപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ വീട്ടിലൊന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വളർത്തി. ഇതിപ്പോൾ മൂന്നാമത്തെയാണ് ശരിക്കും വെച്ചാൽ എൻ്റെ ഒരു ലൈഫിൽ. അവരെ മാറി സ്നേഹമുള്ളത് ആരുമില്ല ലൈഫിൽ. ആ സ്നേഹത്തിനൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് നമുക്ക് അൺകണ്ടീഷണൽ ലവ് തരുന്ന ആണ് എനിമൽ എന്ന് പറയുന്നത്. അത് ഏത് പെറ്റുമായിക്കോട്ടെ, അവർ നമ്മൾ നോക്കുന്ന പോലെ നമുക്ക് നമ്മളെ ജീവൻ കളയും. അവർ അത്രയ്ക്ക് സ്നേഹിക്കും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള കളിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ എന്താ കളി എന്നറിയാമോ. അവന് ഈ ഒരു ടൈൽസ് ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അവൻ്റെ കാല് ശരിക്കും ഉറച്ച് നിൽക്കുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു വഴി ഉണ്ടാക്കണം ഇനി. പിന്നീടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ ടബിൻ്റെ അകത്താണ് അവൻ്റെ കളി സാധനമൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കുക. അത് വന്ന് ഞാൻ എടുത്തു വെക്കും. അവനത് വന്ന് എല്ലാം എടുത്തുകൊണ്ട് വരും. വെളിയിലെടുത്ത് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്തുനിന്നെടുത്ത് വെളിയിൽ കൊണ്ടിടും, കളിക്കും, അവിടെ ഇട്ടേക്കും. പിന്നെ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ അവനെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അവനെ അത് കൊണ്ടുപോയി വെക്കുന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുന്നൊക്കെ അവർ കേൾക്കും. ശരിക്കും പഠിപ്പിച്ചു കൊടുത്താൽ അതൊക്കെ ചെയ്യും. കണ്ട ഇപ്പോൾ കൊണ്ട് ഇടാനുള്ള എന്തോ പരിപാടി വന്നു, പക്ഷെ അതങ്ങ് മൈൻഡ് ഡൈവേർട്ടായി. അത് ഞാനിങ്ങനെ കൊണ്ടുവരുന്ന ഞാൻ മുന്നിൽ കൊണ്ട് അതിലിടുന്നത്. അതെന്താ വെച്ചാൽ കുറേ ദിവസം കാണുമ്പോൾ അവർ കളി കഴിഞ്ഞിട്ട് അതിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ഞാൻ കൊടുത്തോണ്ടിരിക്കണം. ഞാനിങ്ങനെ ഇടും, അവൻ അതിൽ നിന്ന് എടുക്കും. ഓക്കെയാണ്. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ ഞാൻ കുറേ സാധനം പിന്നെയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അവന് വീണ്ടും കുറേ കളി സാധനങ്ങൾ. പക്ഷേ ഏകദേശം ഒരേപോലത്തെയൊക്കെയാണ്. ഞാൻ വെറൈറ്റി മേടിക്കാൻ വേണ്ടിയൊക്കെ നോക്കും, പക്ഷെ കാണത്തില്ല. പിന്നെ കുറേ ബോളുകളൊക്കെ ഉണ്ട്. ബോളൊക്കെ പിന്നെ ചില ബോളുകൾ കുട്ടിയൊക്കെയുള്ള ബോളുകളുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഈ വീട്ടുകളുടെ പല്ലുകൊണ്ട് അത് ഇതായിപ്പോവും, അല്ലെങ്കിൽ ഡോഗിന് വായിൽ വന്നതിന് വയറിന് വല്ല പ്രശ്നം വരുമെന്ന് വെച്ചുകൊണ്ട് ഞാനത് വരുത്തിച്ചിട്ടില്ല. പക്ഷെ അതൊന്ന് വരുത്തിച്ച് നോക്കണം എന്നിരിക്കും. കാരണം അത് കുറേ ബോളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമല്ല. അപ്പോൾ എന്തായാലും അവന് വാങ്ങിയ സാധനങ്ങളൊക്കെ അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് വെള്ളം മാറ്റി കൊടുക്കാൻ വേണ്ടി നമുക്കും ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാ സമയത്തും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എപ്പോഴും അവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഇതേപോലത്തൊന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോട്ടിൽ നിറച്ച് കമത്തി വയ്ക്കുക. അവർ വെള്ളം കുടിച്ച് തീരുന്നതിനനുസരിച്ച് ആ വെള്ളം താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇതൊക്കെ പുതിയ ഓരോ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വിശേഷങ്ങളായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.